ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ ദിദിയുടെയും സുധീഷിൻ്റെയും വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ സുനന്ദയുടെ വീട്ടിലെ കല്യാണാഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ സുഭാഷും സുധീഷും കൂടി റോഡിലൂടെ നടന്നു വരുന്ന സമയത്ത് ഇവരെ കാണുന്നതും ധനഞ്ജയൻ പറയും, എടാ ആഘോഷങ്ങളൊക്കെ ഒന്ന് പെട്ടെന്ന് നടത്തണം, ഇനി ഇതുപോലൊരു കല്യാണം ഈ നാട്ടിൽ ആരും കാണരുത്, എൻ്റെ ഒരേ ഒരു മോള ഗൾഫ് തന്നെ കല്യാണം കഴിക്കുന്നത് എന്നൊക്കെ പറയും. ഇതെല്ലാം സുഭാഷും സുധീഷും കേൾക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. അവരോട് സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന സുനന്ദ ഓടി വന്ന് അകത്ത് ജനലിൽ കൂടി ഇങ്ങനെ നോക്കുകയാണ്. സുനന്ദയ്ക്ക് നല്ല വിഷമമാവുന്നുണ്ട്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് ഹരീഷിൻ്റെ വർക്ക്ഷോപ്പാണ്. ഹരീഷിൻ്റെ വർക്ക്ഷോപ്പിലോട്ട് നീതു വരികയാണ്. നീതു വന്ന് ടിക്ടോയോടും ചന്തുവിനോടും സംസാരിക്കുന്നുണ്ട്. ഹരീഷിനോടൊന്നും മിണ്ടുന്നില്ല. ചന്തു എൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുക, പയ്യൻ നേവിയിലാണ് ജോലി, പിന്നെ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ചെറുക്കനാ എന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് ഹരീഷ് ഇതൊക്കെ എന്തിനാണ് ഇവിടെ വന്ന് പറയുന്നത്? പറഞ്ഞില്ലേ പറ്റത്തുള്ളൂ, ഞാൻ വെറുതെ എന്തിനാണ് എന്നെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുടെ പുറമെ ഇങ്ങനെ നടന്ന് എൻ്റെ സമയം വേസ്റ്റാക്കുന്നത്, ഒരു പോസിറ്റീവായിട്ടൊരു നോട്ടം പോലും ഇന്നേ അവിടെ ഉണ്ടായിട്ടില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് ഹരീഷ് ഒന്നും മിണ്ടത്തില്ല. ഒന്നേ പറയും, കല്യാണമൊക്കെ ഉറച്ചോ നീ ഇത് എന്ന് ടിക്ടോ ചോദിക്കും. പിന്നെ വീട്ടുകാരെല്ലാം തീരുമാനിച്ചു, എനിക്കും ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, എനിക്കിനി പറയാനുള്ളത് ഹരീഷ് ചേട്ടനോട്, ഇനി എൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുകയും ചെയ്യരുത് എന്ന് പറഞ്ഞ് നീത് ദേഷ്യപ്പെട്ടങ്ങ് പോകും. അപ്പോഴത്തേക്ക് പിന്നെ ഞാനിങ്ങ് ദേഷ്യപ്പെടാൻ പോകുന്നു. ഉടനെ ചന്തു ചോദിക്കും, എടാ ഇത്രയും പെട്ടെന്ന് നീതുവിൻ്റെ കല്യാണം ഉറച്ചോ? അങ്ങനെ ചില ആൾക്കാർ പുറമേ നടന്നിട്ട് ഒരു പ്രയോജനമില്ലാതെ ഇതിന് മനസ്സിലായി കാണുന്ന ടിക്ടോ പറയും. അപ്പോഴത്തേക്ക് ഹരീഷിനങ്ങ് ദേഷ്യം വരും. ഹരീഷ് പറയും, എടാ നിൻ്റെ അടുത്തൊക്കെ ഒരു ജോലി ചെയ്യാൻ പറഞ്ഞാൽ ജോലി ചെയ്യാതെ നീയൊക്കെ ഇങ്ങനെ കണ്ട പെമ്പിള്ളേർ പറഞ്ഞാൽ കേട്ടോണ്ട് നടക്കൂല്ലേ, ഒരു സമയത്ത് ഒരു വണ്ടി കൊടുക്കത്തില്ല, എന്തെല്ലാം പണിയാണ് ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ പറയും. അതിന് ഹരീഷേട്ടൻ തന്നെ ഞങ്ങളോട് ചൂടാവുന്നത്, ഞങ്ങളൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയും. അപ്പോൾ ടിക്ടോ പറയും, എടാ ചന്തു നീതു വന്ന് കല്യാണ ആലോചനയുടെ കാര്യം പറഞ്ഞപ്പോൾ തൊട്ട് ഹരീഷേട്ടന് ദേഷ്യം കയറിയിരിക്കുമെന്ന് പറയും. അത് ചോദിക്കും, എന്തിനാ ഹരീഷേട്ടാ എത്ര തവണ നീതു ഇവിടെ വന്ന് ഹരീഷിനോട് സംസാരിച്ചതാണ്, ഒരു സാമാന്യ മര്യാദ വേണ്ടേ, ഒരു തവണയെങ്കിലും അവളോട് ഇഷ്ടമാണെന്നുള്ള കാര്യം ഹരീഷേട്ടൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അത് ഒട്ടും പോരാഞ്ഞിട്ട് സുഭാഷ് ചേട്ടന് വേണ്ടി ഹരീഷേട്ടൻ തന്നെ നീതുവിനെ കല്യാണം ആലോചിച്ചു, പിന്നെ എങ്ങനെയാണ് നീതുവിന് ദേഷ്യം വരാതിരിക്കുന്നു ചോദിക്കും. അത് ഞാൻ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സുഭാഷ് ചേട്ടൻ്റെ കല്യാണമൊക്കെ മുടങ്ങി പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലയോ, അതിനുശേഷം അവൾ എന്നെ കണ്ടാൽ മിണ്ടത്തോലുമില്ല, എങ്ങനെ മിണ്ടും, ഏതെങ്കിലും ലോകത്തൊരു പെണ്ണോട് ചോദിക്കേണ്ട ചോദ്യമാണോ എന്ന് ചോദിക്കും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ചന്തു നീ ഒരു കാര്യം ചെയ്യ്, നീ സത്യമാണോ ഈ കല്യാണാലോചനയുടെ കാര്യമെന്ന് അവളോടൊന്ന് പോയി ചോദിക്കാൻ പറയും. ഞാനൊന്നും ചോദിക്കത്തില്ല, ഹരീഷേട്ടനെ സംശയമാണെങ്കിൽ ഹരീഷേട്ടൻ പോയി ചോദിക്കാൻ പറയും. ഞാൻ ചോദിച്ചാൽ അവൾ സത്യം പറയത്തില്ല, ഒന്ന് ചെല്ലടാ നീ ഒന്ന് ചോദിര് കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞതുള്ളതാണോ എന്ന്. അപ്പം ഹരീഷേട്ടന് നീതുവിന് ഇഷ്ടമായില്ലേ, ദേഷ്യമൊന്നുമില്ല എന്ന് പറയും. ശരി, ഹരീഷേട്ടന് വേണ്ടി ഞാൻ പോയി ചോദിക്കാമെന്ന് പറയും. അങ്ങനെ നീതു ഇങ്ങനെ നടന്നു പോകുമ്പം ചന്തു വന്നിട്ട് ചോദിക്കും, നീതു അവിടെ നിന്നേ, എന്താടാ നീതുവിൻ്റെ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞത് സത്യമാണോ? അവിടെ ഹരീഷ് ചേട്ടൻ പഞ്ചറായ വണ്ടി കണക്ക് അവിടെ ഇരിക്കുമെന്ന് പറയും. കുറച്ച് ദിവസം നിങ്ങളുടെ ആശാൻ അവിടെ അങ്ങനെ ഇരിക്കട്ടെ എന്ന് പറയും. സത്യമായിട്ടും പറഞ്ഞു ഹരീഷ് ചേട്ടൻ നല്ല ടെൻഷനുണ്ട്, നീതു കല്യാണാലോചനയുടെ കാര്യം ചുമ്മാ ഹരീഷ് ചേട്ടനായിട്ട് ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞില്ലേ. നിങ്ങൾ സത്യം പറയാം, എനിക്ക് അങ്ങനെ ഒരു ആലോചന ഒന്നും വന്നിട്ടൊന്നുമില്ല, നിങ്ങളുടെ ആശാൻ കുറേ നാളുകൂടി എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, അപ്പോൾ ഇങ്ങനെയെങ്കിലും അവസാനത്തെ എൻ്റെ ഒരു അറ്റയ്ക്ക് ശ്രമമാണെന്ന് പറയും. അത് പറ, അത് കേട്ടപ്പോൾ തൊട്ട് ഹരീഷ് ചേട്ടനോട് വിഷമിച്ചിരിക്കുമെന്ന് പറയും. എന്നാൽ അങ്ങനെ ഇരിക്കട്ടെ, എന്നെ വിവരം അറിയാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്, എനിക്ക് തോന്നി ഒരു കാര്യം ഒരു കാര്യം ചെയ്യ്, നീ ചെന്ന് ഹരീഷേട്ടനോട് പറയണം എനിക്ക് കല്യാണാലോചന വന്ന കാര്യം ഉള്ളതാണെന്നും, ചെറുക്കൻ നേവിയില്ല ജോലി, നല്ല സാമ്പത്തിക ചുറ്റുപാടാണ്, കാണാനും നല്ലതാണ്, ഫോട്ടോയൊക്കെ നീ കണ്ടെന്ന് പറയാൻ പറയും. അത് ഞാൻ ഇതുപോലെ തന്നെ ഹരീഷേട്ടനൊക്കെ പറയാമെന്ന് പറയും. ശരിയടാ എന്ന് പറഞ്ഞുകൊണ്ട് നീതു അങ്ങ് പോകും. അപ്പോഴത്തേക്ക് വന്നിട്ട് ഹരീഷ് അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്, എന്തുവാണെന്ന് അറിയത്തില്ലല്ലോ. ചോദിക്ക്, എന്തോ ആയടാ, എന്തോ പറഞ്ഞു? അയ്യോ നല്ല സൂപ്പർ ചെറുക്കൻ ഹരീഷേട്ടാ, എന്തു ഭംഗിയെന്നറിയോ കാണാൻ, പിന്നെ ചെറുക്കന് കപ്പല്ല ജോലി, നല്ല സാമ്പത്തിക ചുറ്റുപാട്, നീതുവിനെ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്, നീതുവിനെ കാണാൻ നല്ല സ്മാർട്ടല്ലേ, നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ്, പിന്നെ അവൾക്ക് ഇങ്ങനൊരു ആലോചന വന്നില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്ന് പറയും. അപ്പോൾ എല്ലാം ഉറച്ചോ? ചെറുക്കൻ വീട്ടുകാർ വന്ന് പെണ്ണ് കണ്ടിട്ട് പോയെന്നാ നീതു പറഞ്ഞത്. അത് കേൾക്കുന്നതും ഹരീഷിന് നല്ല വിഷമമാവും. അപ്പോഴത്തേക്ക് ഹരീഷ് ബൈക്ക് കൊടുത്തോണ്ടങ്ങ് പോവുകയാണ്. അടുത്തേക്ക് ടിക്ടോ വന്ന് നോക്കും, എടാ ചന്തു നീ സത്യമാണോ പറഞ്ഞത്, നീതുവിൻ്റെ കല്യാണം ഉറച്ചോ? ചുമ്മാതാടാ, ഹരീഷേട്ടൻ നീതുവിനെ മൈൻഡ് ചെയ്തിരിക്കുന്നു ഉണ്ടപ്പം നീതു അവസാനം ഒരു അറ്റകൈ പ്രയോഗം നോക്കിയതാണ്, നീതുവിന് കല്യാണാലോചനയൊന്നും വന്നിട്ടില്ല, ഇത് കേൾക്കുമ്പോഴെങ്കിലും ഹരീഷേട്ടൻ്റെ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്ന് പറഞ്ഞാലോ, അത് കൊള്ളാം എന്ന് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കിളിക്കൂടാണ്. അങ്ങനെ സുഭാഷ് സുനന്ദയുടെ കല്യാണമാണല്ലോ പിറ്റേ ദിവസം. അങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്ന് ആ അമ്പലത്തിൽ സുനന്ദ വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരുടെ കല്യാണം നടന്നു പോയേനെ. അന്ന് ലളിതയായിട്ട് അതിന് തടസ്സം നിന്നുകൊണ്ടാണ് കല്യാണം നടക്കാതെ പോയത്.
അങ്ങനെ സുഭാഷ് ഓരോന്ന് ആലോചിച്ച് അടുക്കളയിൽ ഇങ്ങനെ പാചകം ചെയ്യുകയാണ്. അങ്ങനെ ഇൻ്റർവ്യൂവിനൊക്കെ പോയ കാര്യമൊക്കെ നിധി വന്ന് സുഭാഷിനോട് പറയുന്നുണ്ട്, നല്ല ഇൻ്റർവ്യൂ ആണ്, ഇനി ഈ ഒരു തവണയും കൂടി ഒന്ന് പോകണം എന്നൊക്കെ പറയും. ആ സമയത്താണ് സുനന്ദ അങ്ങോട്ട് വരുന്നത്. സുനന്ദയെ കാണുന്നത് നിധി ചോദിക്കും, സുനന്ദേ നീ എന്താ ഈ രാത്രിയിൽ ഇവിടെ, നാളെ നിൻ്റെ കല്യാണം ഇല്ലയോ എന്ന് ചോദിക്കും. ആ അതെ, ഞാൻ അകത്തോട്ടൊന്ന് വന്നോട്ടെ നിധി എന്ന് ചോദിക്കും. നീ വരാൻ പറയും. അങ്ങനെ നിധി സുനന്ദയെ അകത്തോട്ട് വിളിക്കും. ആ സമയത്താണ് സുധീഷും ഹരീഷും എല്ലാവരും വരുന്നത്. ഉടനെ സുധീഷ് ചോദിക്കും, സുനന്ദ ഇതിന് ഈ രാത്രി ഇങ്ങോട്ട് വന്നത്, ഇനി ഇതിൻ്റെ പുറമെ നിങ്ങളുടെ വീട്ടുകാർ വന്ന് ഇപ്പോഴത്തെ പ്രശ്നം ഉണ്ടാക്കാനാണോ ചോദിക്കും. അത് നാളെ എൻ്റെ കല്യാണം, എനിക്ക് ആ കല്യാണത്തിന് തീരെ സമ്മതമില്ല, എനിക്ക് സുഭാഷ് ചേട്ടനെ വിവാഹം കഴിച്ചാൽ മതി എന്ന് പറയും. നീ എന്തൊക്കെയാണ് സുനന്ദ ഈ പറയുന്നത്, നീ എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും പറയുമ്പോൾ നിൻ്റെ മനസ്സ് മാറും, ഇത് നടക്കത്തില്ല, നീ പോകാൻ നോക്കുമെന്ന് പറയും. ഇല്ല ഞാൻ പോകത്തില്ല നിധി, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കല്ലേ നിധി എന്നൊക്കെ പറഞ്ഞ് കിടന്ന് കാര്യം. അപ്പോഴത്തേക്കാണ് നമ്മുടെ ഭാസ്കരൻ ഇങ്ങോട്ട് വരുന്നത്. ഭാസ്കരൻ പറയും, എടി നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഇനി എൻ്റെ മക്കളെ സ്റ്റേഷനിൽ കയറാനാണോ, ഇറങ്ങടി ഈ വീട്ടിൽ നിന്നെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും. ഉടനെ പറയും, എന്നെ പറഞ്ഞു വിടല്ലേ മാമ എന്ന് പറഞ്ഞ് കിടന്നങ്ങ് കെട്ടിപ്പിടിച്ചാൽ കരയുവാണ്. ഉടനെ അങ്ങ് അപ്പോഴത്തേക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് സുഭാഷും അവിടെ ഇരിപ്പുണ്ട്. സുഭാഷ് അങ്ങോട്ട് വരും. സുഭാഷ് ഏട്ടാന്ന് ഓടിച്ചെല്ലും. നീ എന്താ സുനന്ദയെ കാണിച്ചത്, നാളെ നിൻ്റെ വിവാഹം ഇല്ലയോ, നീ എന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. സുഭാഷ് ഏട്ടാ എനിക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ല സുഭാഷ് ഏട്ടാ, അന്ന് ഞാൻ അമ്പലത്തിലോട്ട് വരാൻ നിന്നപ്പോൾ അമ്മ വന്നതുകൊണ്ട് മാത്രമേ എനിക്ക് വരാൻ പറ്റാ, അതായത് പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ പോലും പറ്റിയില്ല, ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉറങ്ങിയ സമയം നോക്കിയാൽ ഞാൻ ഇങ്ങോട്ട് വന്നത്, എന്നെ ഇവിടുന്ന് പറഞ്ഞു വിടല്ലേ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് സുഭാഷിനെ കെട്ടിപ്പിടിച്ചാൽ കരയുവാണ്. അപ്പോഴത്തേക്ക് സുധീഷും ഹരീഷും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കണം, ഇനി എന്ത് ചെയ്യും, സുനന്ദ ഒരു തരത്തിൽ അവിടെ നിന്ന് പോത്തുമില്ല. ഇനിയിപ്പോൾ എന്താ ഒരു മാർഗ്ഗം, ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോൾ കല്യാണമൊക്കെ നടത്താം എന്ന് സുധീഷ് പറയും. അപ്പോൾ ഭാസ്കരൻ പറയും, പിന്നെ അല്ലാതെ ഇനി കല്യാണമൊക്കെ നടത്താം എന്ന് പറയും. കല്യാണമോ എന്ന് സുഭാഷ് ചോദിക്കും. പിന്നെ അല്ലാതെ. അപ്പോൾ ഹരീഷ് പറയും, ഈ രാത്രിയിലോ, അതിന് മുഹൂർത്തമൊക്കെ നോക്കണ്ടേ. പിന്നെ എന്ത് മുഹൂർത്തം, ചെറുക്കനും പെണ്ണിനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ കല്യാണം നടക്കണം എന്ന് പറഞ്ഞു. ഭാസ്കരനും അങ്ങ് അനുകൂലമാവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നിധിയും പറയും, എങ്കിൽ ശരി നമുക്ക് ഇവിടെ കല്യാണം നടത്താമെന്ന് പറയും. അങ്ങനെ കല്യാണത്തിന് അവിടെ വെച്ചിരുന്ന മുമ്പ് സുധീഷ് വാങ്ങിച്ചു വെച്ച താലിയും മാലയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അങ്ങനെ ആ താലിയും മാലയും എല്ലാം കൂടി എടുത്തുകൊണ്ട് വന്ന് സുഭാഷിൻ്റെ കയ്യിലോട്ട് കൊടുക്കും. അപ്പോൾ ഇന്നാ സുഭാഷ് ചേട്ടാന്ന് പറയും. ഇങ്ങനെ പോരാ, സുഭാഷ് ചേട്ടനെ നല്ലോണം ഒരുക്കണമെന്ന് പറയും. അന്ന് വാങ്ങിച്ച മണവാളിൻ്റെ ഡ്രസ്സൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ എടുത്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നികേഷ് ഓടിപ്പോയി അതൊക്കെ എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് മണവാളൻ്റെ കണക്കാണ് സുഭാഷ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ശരി എങ്കിൽ കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് താലിയൊക്കെ എടുത്ത് സുനന്ദയ്ക്ക് അങ്ങ് വലിയ സന്തോഷമാവും, നിധിക്കുമൊക്കെ അങ്ങ്. കാരണം എല്ലാം ആ പ്രയാസങ്ങൾ അനുഭവിച്ചെങ്കിൽ അവസാനം അത് നടക്കാറായല്ലോ എന്നുള്ളൊരു നിമിഷത്തിൽ നിൽക്കാൻ എല്ലാവരും. അങ്ങനെ എല്ലാവരും താലി കെട്ടാനായിട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കുരവയൊക്കെ ഇടും. അപ്പോഴത്തേക്ക് താലി എടുത്ത് ഇങ്ങനെ കഴുത്തിലോട്ട് വെക്കുന്ന ആ സ്പോട്ടിലാണ് ധനഞ്ജയൻ വന്ന് കതക് ചവിട്ടി പൊളിക്കുന്നത്. എന്തോ ഇവിടെ നടക്കുന്നത്, ഇതിനാണോടി നീ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങി പോകുന്നൊക്കെ ചോദിച്ചുകൊണ്ട് സുനന്ദയെ പിടിച്ചിട്ടങ്ങ് തല്ലുകയാണ്. അപ്പോഴത്തേക്ക് ഹരീഷും നികേഷും എല്ലാം വന്ന് ലളിതയെ തടയുകയാണ്. അവൻ ചോദിക്കും, എന്തുവാടാ നീ എൻ്റെ മോളെ പിന്നെ ഓരോന്നും പറഞ്ഞ് പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുവാണെന്നൊക്കെ ചോദിച്ചിട്ട് ഭാസ്കരൻ പറയും, പിന്നെ നിൻ്റെ മോളെ പ്രലോഭിപ്പിച്ച് കൊണ്ടുവന്നൊന്നുമല്ല, അവൾ സ്വമനസാലെ വന്നതാണ്, ഇന്ന് ഇവരെ കല്യാണം നടക്കുമെന്ന് പറയും, ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ നടക്കത്തില്ലെന്ന് പറയും. അപ്പോഴത്തേക്ക് ഇവർ സുനന്ദയെ ഭീഷണിപ്പെടുത്തിയും വഴക്ക് പറയും അടിക്കുകയൊക്കെ ചെയ്യും. വാടി എന്ന് പറഞ്ഞ് കയ്യിലൊക്കെ പിടിക്കും, പറയും എൻ്റെ കൈ വിട്, എനിക്ക് സുഭാഷ് ചേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി, ഞാൻ ഇവിടുന്ന് വരുത്തില്ല. അങ്ങനെ തല്ലിലും വഴക്കിലും ഒന്നും സുനന്ദ അനുകൂലമായിട്ട് വരുത്തില്ലെന്ന് മനസ്സിലാക്കുന്ന ലളിതയും അളവ് മാറ്റി പറയും, മോളെ നീ ഇല്ലാതെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, നിൻ്റെ അച്ഛൻ അവിടെയല്ലേ ജോലി. അപ്പോൾ ധനഞ്ജയൻ പറയും, എനിക്ക് ഇവിടുന്ന് തിരിച്ച് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവനെ അവിടുത്തെ സൂപ്പർവൈസർ, എൻ്റെ ജോലി നഷ്ടപ്പെടും, പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞങ്ങ് കരയും പറയും ചെയ്യും. ഞങ്ങൾ നിൻ്റെ കാല് പിടിക്കാൻ മോളെ, നീ തിരിച്ചു വരാനൊക്കെ പറയും. അവിടത്തേക്കും സുനന്ദയ്ക്ക് യാതൊരു മാറ്റവും ഇല്ല, ഞാൻ സുഭാഷ് ചേട്ടനെ വിട്ട് വരുത്തില്ലെന്ന് തന്നെ പറയും. അപ്പോഴത്തേക്ക് സുഭാഷിനെ മാറ്റി നിർത്തി ലളിതയും ധനഞ്ജയനും കൂടി കാല് പിടിച്ചു പറയും, മോനെ ഞങ്ങൾ നിൻ്റെ കാല് പിടിക്കാം, ഞങ്ങൾ പറഞ്ഞിട്ട് അവളെ കേൾക്കത്തില്ല, നീ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം, നിനക്ക് കുറച്ചും കൂടി പക്വതയും പ്രായവും ഉണ്ടല്ലോ, അവൾക്ക് ഒട്ടും ബുദ്ധിയില്ലാത്തൊരു പെണ്ണാണ്, അവൾ പറഞ്ഞത് നീ കേൾക്കരുത്, നീ അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല, നാട്ടുകാരുടെ മുമ്പിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയും. ഇത്രയും കാലം അവൾക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചതാണ്, ഞങ്ങളുടെ സ്വപ്നം അവളുടെ വിവാഹം, നീ ഞങ്ങളെ വിഷമിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് സുഭാഷിൻ്റെ കാലിൽ വീണവർ അപേക്ഷിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ സുഭാഷിനങ്ങ് ഭയങ്കര മനസ്സലിയും. കാരണം സുഭാഷിന് ആരുടെയെങ്കിലും സങ്കടം കേട്ട് അപ്പോഴങ്ങ് വിഷമമാവുന്നതാണ്. അപ്പോഴത്തേക്ക് സുഭാഷ് വിഷമിച്ചങ്ങ് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ഹരീഷും നികേഷൊക്കെ പറയും, സുഭാഷ് ചേട്ടാ താലി കെട്ട്, സമയം പോകുന്നെന്ന് പറയും. അപ്പോഴത്തേക്ക് സുഭാഷ് താലി എടുത്തിട്ട് സുനന്ദയുടെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് പറയും, സുനന്ദേ നമുക്ക് തമ്മിൽ വിവാഹം കഴിക്കാൻ ഭാഗ്യമില്ല, ഈശ്വരൻ അത് അനുവദിച്ചിട്ടില്ല, അതുകൊണ്ട് നീ തിരിച്ച് നിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മടങ്ങിപ്പോകണമെന്ന് പറയും. അപ്പോഴത്തേക്ക് സുനന്ദ പറയും, ഇല്ല സുഭാഷ് ചേട്ടനെ വീട്ടിൽ ഞാൻ പോവില്ലെന്ന് പറയും. ഉടനെ പറയും, എനിക്ക് നിന്നെ വിവാഹം ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അപ്പോഴത്തേക്ക് ഹരീഷിനും സുധീഷിനൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട്, നീ തിരിച്ചു പോകണമെന്ന് പറയും.
ലളിതയും ധനഞ്ജയനും കൂടി വന്നിട്ട് ബാ മോളെ ബാ എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ച് എങ്ങനെയെങ്കിലും ഒരു തരത്തിൽ പിടിച്ച് വലിച്ച് അങ്ങ് തിരിച്ച് കൊണ്ടുപോകണം. അപ്പോഴത്തേക്ക് ഭാസ്കരൻ പറയാം, ഇവൻ ഒരിക്കലും നന്നാവത്തില്ല, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അവൻ്റെ മനസ്സങ്ങ് അലിയാൻ നടക്കുന്നു, സ്വന്തം ജീവിതം കൊണ്ട് തല്ലിത്തെറിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാസ്കരൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നിധിയും പറയും, എന്തോ സുഭാഷ് ചേട്ടായി കാണിച്ചതെന്ന് പറയും. അവിടുത്തെ പറയും, സാരമില്ല മോളെ, അവളുടെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല ഞാൻ അവളെ വിവാഹം കഴിക്കുന്നത്, പിന്നെ എന്തിനാ, എന്നാലും അവരുടെ മുഖത്ത് ഞങ്ങൾ നോക്കേണ്ടി വരും, പിന്നെ ഇഷ്ടമില്ലാതെ എന്തിനാ വെറുതെ അവരുടെ വിഷമവും സങ്കടവും പ്രാക്കും കൂടി നമ്മൾ പിടിച്ചു പറ്റുന്നത്, അവർ ആലോചിച്ച് വിവാഹം തന്നെ അവർക്ക് നടക്കട്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് സുഭാഷ് അങ്ങ് സങ്കടത്തോടെ അങ്ങ് പോവുകയാണ്. അതിനുശേഷം രാവിലെ സുഭാഷ് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, ജോലിക്ക് പോകാനായിട്ടൊക്കെ ഇറങ്ങുകയാണ്. ആ സമയത്ത് ഒരു സുഭാഷ് ഏട്ടൻ ജോലിക്ക് വന്നുണ്ട്, ആ ജോലിക്ക് പോകണം. അങ്ങനെ സുഭാഷ് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ആ സമയത്ത് കല്യാണം മുഹൂർത്തം എല്ലാം കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും കൂടി നേരെ സുനന്ദയുടെ വീട്ടിലോട്ട് വരികയാണ്. അവരെ രണ്ടുപേരെയും കാണും. സുനന്ദ കാറിൽ നിന്ന് ഇറങ്ങുന്നത് അങ്ങ് സുഭാഷിനെ കണ്ടാൽ കരയാണ്. സുഭാഷ് പെട്ടെന്ന് സുനന്ദയും ചെറുക്കനെയും കാണുമ്പോഴങ്ങ് മാറി നിൽക്കുകയാണ്. അപ്പം കല്യാണം നടക്കാൻ അനുകൂല സമയത്ത് തന്നെയാണ് അവർ വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ സുഭാഷിനുണ്ട്. അപ്പം അവിടം വരെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇനി നിധിയുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു ഇൻ്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്യണം, ഇനി ജോലി നേടണം. പിന്നെ സുനന്ദയുടെ വിവാഹത്തിന് ശേഷം നടക്കുന്ന വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.